ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണ്, വീട്ടിൽ റവ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്വീറ്റാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാനിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് കൂടുതൽ ചേർക്കേണ്ടവർക്ക് ഒരു 8 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ബേ ലീഫാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, കറുകയില. അത് നമ്മൾ കൂടെ ചേർത്ത് നമുക്ക് ഈ റവ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ കറുകയില ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, അവസാനം നമുക്ക് ഏലക്കപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ റവ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ നല്ല പോലെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റവയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കശുവണ്ടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കൂടുതൽ ഇതേപോലെ ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇനിയും കൂടുതൽ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലോട്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല തിളപ്പിച്ച ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് നമ്മൾ 2 കപ്പോളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വലിഞ്ഞ് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നമുക്കിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുക്കി ഈ റവയായിട്ട് നന്നായിട്ടൊന്ന് കൂടിച്ചേരും. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ കണ്ടോ ഉരുക്കി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരുന്ന പോലെ തന്നെ ശരിക്കും വരും. പക്ഷെ നമ്മൾ അധികം നെയ്യ് ഒഴിക്കാത്തതുകൊണ്ട് അതുപോലെ വരില്ല കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ചേർത്തിട്ടുള്ള ആ കറുകയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക, അതിലോട്ട് നല്ല പോലെ നെയ്യ് പുരട്ടി കൊടുക്കുക. ഞാൻ ഇവിടെ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ശരിക്കും നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമില്ല, ചുമ്മാ നെയ്യ് പുരട്ടി കൊടുത്താലും മതി കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റവയുടെ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് കശുവണ്ടിയോ അതേപോലെ തന്നെ ബദാമോ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ നമുക്ക് ഇതിൽ നിന്ന് പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മളുടെ റവ കൊണ്ടുള്ള ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. കുട്ടികൾക്കായാലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ അധികം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. ഇതിൽ കറുകയില ഇല്ലാത്തവർക്ക് മാത്രം നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും വേറെ ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.